ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്കണോമിക്സിൻ്റെ 10ാമത്തെ ചാപ്റ്റർ കോറിലേഷൻ അനാലിസിസിനെ സംബന്ധിച്ചുള്ള തിയറി ആയ കുറേ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും കണക്കുകളൊന്നും ചെയ്യുകയുണ്ടായില്ല. നമ്മൾ ഇന്ന് കാൾ പിയേഴ്സൺസ് മെത്തേഡിൻ്റെ പ്രോബ്ലംസ് നമുക്ക് 3 രീതിയിലാണ് കോറിലേഷൻ കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞു. കാൾ പിയേഴ്സൺസ് മെത്തേഡ് പ്രോബ്ലംസ് കൂടാണ്ട് സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷനിലെ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ സ്കാറ്റർ ഡയഗ്രാം മെത്തേഡാണ്, അത് പിന്നെ പ്രോബ്ലം അല്ല, സ്കാറ്റർ ഡയഗ്രാം വരച്ച് കാണിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ പ്രോബ്ലം ആണ് നോക്കുന്നത് ഇന്ന്. കാൾ പിയേഴ്സൺസ് മെത്തേഡിൻ്റെ ഫോർമുല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നിങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് കാൾ പിയേഴ്സൺസ് മെത്തേഡ് അനുസരിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കുക നോക്കാം. അത് എന്താണ് കോറിലേഷൻ എന്ന് ഒന്നുകൂടി ഓർക്കാൻ വേണ്ടി പറയട്ടെ. കോറിലേഷൻ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് അഥവാ രണ്ട് ചരങ്ങൾ എക്സ് വൈ എന്നിങ്ങനെ രണ്ട് വ്യത്യസ്ത വേരിയബിൾസ് തമ്മിൽ എത്രമാത്രം അടുത്ത ബന്ധമുണ്ട്, അല്ലെങ്കിൽ തീരെ ബന്ധമില്ല, അല്ലെങ്കിൽ നേരിയ ബന്ധമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു കണക്കാണിത്. അപ്പോൾ ഈ രണ്ട് വേരിയബിൾസും ഒരേ ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത് മാറ്റമുണ്ടാകുന്നതെങ്കിൽ ആ കൊറിലേഷനെ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. അല്ല, രണ്ട് വേരിയബിൾസും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അതിൻ്റെ മാറ്റം ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. പ്രൈസും ഡിമാൻഡും എതിർദിശയിലാണ്, ഇൻവേഴ്സ് റിലേഷൻ ആണ്, അതുകൊണ്ട് അവ തമ്മിലുള്ള ബന്ധം നെഗറ്റീവ് കോറിലേഷൻ ആണ്. മഴയുടെ ലഭ്യതയും വിളവിൻ്റെ ലഭ്യതയും ഒരേപോലെ ഉയരുകയും ഒരേപോലെ താഴുകയും ചെയ്യുന്നതാണ്, അതുകൊണ്ട് അവ തമ്മിലുള്ള ബന്ധം പോസിറ്റീവ് കോറിലേഷൻ ആണ്. എന്നാൽ കുട്ടിയുടെ പൊക്കവും ബുദ്ധിശക്തിയും തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞു, നോ കോറിലേഷൻ ആണ്. രണ്ട് വേരിയബിൾ തമ്മിൽ ബന്ധമില്ല എങ്കിൽ നോ കോറിലേഷൻ അഥവാ സീറോ കോറിലേഷൻ ആണ്. ഇനി കാൾ പിയേഴ്സന്റെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനെ സൂചിപ്പിക്കുന്ന അക്ഷരം സ്മോൾ ലെറ്റർ ആർ ആണ്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, കഴിഞ്ഞ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർമുല ഫോർ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് കാൾ പിയേഴ്സിൻ്റെ മെത്തേഡ് അനുസരിച്ച് സ്മോൾ ലെറ്റർ ആർ കാണാനായിട്ട് നമ്മൾ രണ്ട് വ്യത്യസ്ത ഫോർമുലകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ ഇവിടെ നമ്മൾ പഠിക്കുന്ന സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ വൈ മൈനസ് വൈ ബാർ ഓൾ സ്ക്വയർ. ഇതിൻ്റെ ചുരുക്ക ഫോർമുലയാണ്, ഇതിൻ്റെ ഡെവലപ്ഡ് ഫോർമുലയാണ് കഴിഞ്ഞ ഇതിലൊക്കെ നമ്മൾ പഠിച്ചിരുന്നത്. ഇതിൽ അപ്പോൾ എക്സ് വൈ എന്നീ രണ്ട് വേരിയബിൾസ് പ്രധാനമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ടേംസ് ആണ്. അതായത് ഇപ്പോൾ എക്സ് എന്നത് ഇപ്പോൾ മഴയാവാം, അല്ലെങ്കിൽ വിളവാകാം, അല്ലെങ്കിൽ വരുമാനമാകാം, ചിലവാകാം. വരുമാനം കൂടുതലുണ്ടാകുമ്പോൾ ചിലവും കൂടും, വരുമാനം കുറയുമ്പോൾ ചിലവ് കുറയും. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് കോറിലേഷൻ സാധ്യതയുള്ള ഒരു രണ്ട് വേരിയബിൾസ് ആണിത്. എക്സ് വൈ വേരിയബിളുകൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അപ്പോൾ ഈ എക്സിൻ്റെ മുകളിൽ ഒരു വര വരച്ചേക്കുന്നത് എന്താണ്? അതിനെ എക്സ് ബാർ എന്നാണ് വായിക്കേണ്ടത്, അതായത് എക്സിൻ്റെ ആവറേജ് അല്ലെങ്കിൽ എക്സിൻ്റെ മീന്. വൈ ബാർ എന്ന് പറഞ്ഞാലോ വൈയുടെ ആവറേജ്, അതിനെ വൈ ബാർ എന്നാണ് വിളിക്കേണ്ടത്. വൈയുടെ മീൻ എന്നും പറയും, അരിത്തമെറ്റിക് മീൻ എന്നൊക്കെ പറയും. അതായത് എക്സ് എല്ലാം കൂടി കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശരാശരി എക്സ് കിട്ടുമല്ലോ, അതിനെയാണ് എക്സ് ബാർ എന്ന് പറയുന്നത്. വൈ വേരിയബിൾസ് എല്ലാം കൂടി കൂട്ടിയിട്ട് അതിനെ എത്ര വൈ വേരിയബിൾ ഉണ്ട് അതിൻ്റെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഒരു ആവറേജ് വൈ കിട്ടുമല്ലോ, ആവറേജ് അഥവാ അരിത്തമെറ്റിക് മീൻ എന്നും പറയും കേട്ടോ. അതിനെയാണ് വൈ ബാർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ബാറും വൈ ബാറും കാണേണ്ടതുണ്ട്, കാരണം നമ്മുടെ ഈ ഫോർമുലയിൽ ഇത് പറഞ്ഞതനുസരിച്ച് എക്സ് മൈനസ് എക്സ് ബാറിൻ്റെ ആവശ്യമുണ്ട്, വൈ മൈനസ് വൈ ബാറിൻ്റെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് എക്സ് ബാറും വൈ ബാറും നമ്മൾ ഇവിടെ മീൻ വാല്യൂസ് എന്നാണ് പറയുന്നത് കേട്ടോ. മീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരാശരി ആവറേജ് എന്നൊക്കെ പറയാം. ഇനി എക്സ് മൈനസ് എക്സ് ബാർ പിന്നീട് കാണണം, വൈ മൈനസ് വൈ ബാർ കാണണം. അതായത് ഓരോ എക്സുകൾക്കും ഈ മീൻ ആവറേജിൽ നിന്ന് എന്തോരം വ്യത്യാസമുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓരോ വൈ വേരിയബിളുകൾക്കും അതിൻ്റെ വൈ വേരിയബിളിൻ്റെ ആവറേജ് നമ്പറിൽ നിന്ന് എന്തോരം അകലമുണ്ട്, ഡീവിയേഷൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതാണ് എക്സ് മൈനസ് എക്സ് ബാറും വൈ മൈനസ് വൈ ബാറും. അതും നമുക്ക് കാണേണ്ടി വരും. നമ്മൾ കണക്ക് സോൾവ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് എക്സിൻ്റെ മീൻ കാണുക, വൈയുടെ മീൻ കാണുക. അതായത് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് ഡീവിയേഷൻ കാണുക. അതായത് എക്സ് ബാറിനെയാണല്ലോ എക്സിൻ്റെ മീൻ എന്ന് പറയുന്നത്, അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വൈയുടെ മീൻ വൈ ബാറാണ്, അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓരോ എക്സിൽ നിന്നും എക്സ് ബാർ കുറയ്ക്കുക, ഓരോ വൈയിൽ നിന്നും വൈ ബാർ കുറയ്ക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് എക്സ് സ്ക്വയറും വൈ സ്ക്വയറും ഒക്കെ കാണുക എന്നാണ്. ആ ഡീവിയേഷൻ്റെ കോളം കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീവിയേഷൻ ഓഫ് എക്സും ഡീവിയേഷൻ ഓഫ് വൈയും അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡീവിയേഷൻ്റെ എക്സിൻ്റെ ഡീവിയേഷൻ്റെ കോളത്തിനെ സ്ക്വയർ ചെയ്യുക, വൈയുടെ ഡീവിയേഷൻ്റെ കോളത്തിനെ സ്ക്വയർ ചെയ്യുക. അതുകൂടാണ്ട് എക്സിൻ്റെ ഡീവിയേഷൻ കോളത്തിൽ കിട്ടിയ സംഖ്യകളെയും വൈയുടെ ഡീവിയേഷൻ കോളത്തിൽ കിട്ടിയ സംഖ്യകളെയും തമ്മിൽ ഗുണിക്കുക. അപ്പോൾ ഇത് കണക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുള്ളൂ, അതുകൊണ്ട് ശ്രദ്ധിക്കാം. കണക്കിലേക്ക് പോകാം. അത് കഴിഞ്ഞാൽ ഫോർമുല അപ്ലൈ ചെയ്യുക, അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ഇതാണ് സ്റ്റെപ്പ് മുൻകൂട്ടി പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല, മുഴുവൻ മനസ്സിലായില്ലെങ്കിലും കണക്ക് പറയുമ്പോൾ മനസ്സിലാകും.
പ്രോബ്ലം, എക്സാമ്പിൾ പ്രോബ്ലം എങ്ങനെയാണ്? നമ്മൾ എക്സ് വൈ എന്നിങ്ങനെ രണ്ട് വേരിയബിൾസ് തന്നിരിക്കുന്നു. ഈ എക്സ് എന്ന വേരിയബിൾ ഫോർ എക്സാമ്പിൾ വിളവിൻ്റെ അളവും വൈ വേരിയബിളും മഴയുടെ അളവും ഒക്കെ ആണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ എക്സ് മഴയുടെ അളവും വൈ വിളവിൻ്റെ അളവാണ്. അപ്പോൾ എക്സ് ഇത് വൈയും തമ്മിൽ രണ്ട് വേരിയബിൾസ് തമ്മിൽ ബന്ധമുണ്ടോ, കോ റിലേഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഇതിൻ്റെ മീൻ കാണണേ, എക്സ് ബാർ കാണണേ കേട്ടോ. എക്സുകളെല്ലാം കൂടി കൂട്ടുമ്പോൾ ഏതൊക്കെയാണ് എക്സുകളെന്ന് അറിയാലോ. ഇവിടെ കാണുന്നത് 2, 4, 6, 8 എന്നിവ കൂട്ടുന്നു. 2 + 4 + 6 എന്നിട്ട് എത്ര സംഖ്യകളുണ്ട്? 4 സംഖ്യകളല്ലേ ഉള്ളത്. 4 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് എക്സിൻ്റെ ശരാശരി ആവറേജ് കിട്ടുന്നു. 4 × 2 6, 6 6 12, 12 8 20, 20നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 5 എന്ന് ഉത്തരം കിട്ടി. അപ്പോൾ എക്സിൻ്റെ ആ ശരാശരി അഥവാ മീൻ, അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് 5 ആണെന്ന് കിട്ടി. എക്സ് ബാർ കിട്ടിക്കഴിഞ്ഞ് ഇതുപോലെ വൈ ബാറും കാണണം. അപ്പോൾ വൈ ഏതൊക്കെയാണെന്ന് നോക്കിയേ. 4, 2, 5, 7 എന്നിവയാണ്. 4 × 2 6, അല്ല 5 6 11 7 ആണ് വരിക. 18. അപ്പോൾ 18നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 4.5 എന്ന് കിട്ടുന്നു. അപ്പോൾ വൈ ബാർ 4.5 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 1ഉം കഴിഞ്ഞെങ്കിൽ 2ഉം 3ഉം നമ്മൾ നോക്കണേന് എന്താണ് നോക്കാം. എക്സ് ബാറും വൈ ബാറും കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് എക്സ് ആ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി എടുത്തെഴുതിയിരിക്കുന്നു, എക്സും വൈയും. ഇനി ഡീവിയേഷൻ ഓഫ് എക്സ് കാണണം. എക്സ് ഓരോ എക്സുകളും ഈ എക്സ് ബാറിൽ നിന്ന് എന്തോരം അകലമുണ്ട്. നമ്മുടെ എക്സ് ബാർ എത്രയായിരുന്നു? 5 ആണ്. അപ്പോൾ ഓരോ എക്സ്, അതായത് 2, 4, 6 എന്നീ സംഖ്യകൾക്ക് ഈ 5ൽ നിന്ന് എന്തോരം അകലമുണ്ടെന്ന് കണ്ടുപിടിക്കണം. 2 എന്ന എക്സ് വാല്യൂ മൈനസ് നമ്മുടെ എക്സ് ബാർ 5 അല്ലേ, എക്സ് മൈനസ്. അപ്പോൾ എല്ലാ എക്സുകൾ 2ന് 5ഉമായിട്ടുള്ള അകലം -3ൻ്റെ അകലമുണ്ട്. കാരണം 2 - 5 എന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറക്കാൻ പറ്റില്ല അല്ലേ. കാരണം 2 ചെറിയ സംഖ്യയും 5 വലിയ സംഖ്യ. അപ്പോൾ 2 - 5 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻ എന്താ ചെയ്യുക, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് ഉത്തരത്തിന് നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. അതുകൊണ്ട് -3 കിട്ടുന്നു. 4 - 5 ചെയ്താൽ 4ൽ നിന്ന് 5 കുറക്കാൻ പറ്റില്ല. അപ്പോഴും 5ൽ നിന്ന് 4 കുറച്ചിട്ട് ഉത്തരത്തിന് നെഗറ്റീവ് 1 കൊടുക്കുന്നു. 6 - 5 അത് പോസിബിൾ ആണ്. 6 ആണ് വലിയ സംഖ്യ, അത് 5 കുറയ്ക്കാൻ സാധിക്കും, ഉത്തരം 1. 8 - 5 3. അപ്പോൾ എക്സിൻ്റെ ഡീവിയേഷനുകൾ കണ്ടു കഴിഞ്ഞു. അതായത് എക്സ് ബാറിൽ നിന്ന്, അതായത് എക്സിൻ്റെ ശരാശരിയിൽ നിന്ന് ഓരോ എക്സ് വാല്യൂസിനുമുള്ള അകലം ഡീവിയേഷൻ കോളം കണ്ടെത്തി കഴിഞ്ഞു. ഡി എക്സ് കോളം എന്നാണ് ഇതിനെ വിളിക്കുക. ഈ ഡി എക്സ് കോളം കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്തത് ഡി വൈ കോളം കാണേണ്ട പണിയാണ്. ഡി വൈ കോളം എങ്ങനെ കാണുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. വൈയുടെ ശരാശരി 4.5 ആണ് നമുക്കറിയാം, വൈ ബാർ അല്ലേ. വൈ ബാർ അപ്പോൾ ഓരോ വൈ വാല്യൂസ് 4, 2, 5, 7 എന്നീ വൈ വാല്യൂസിന് ഈ വൈ ബാറായ 4.5 എന്തോരം അകലമുണ്ട് നോക്കാം. 4ഉം 4.5 തമ്മിലുള്ള വ്യത്യാസം 0.5ൻ്റെ അകലമാണുള്ളത്. പക്ഷേ 4 - 4.5 എന്ന് ചെയ്യുമ്പോൾ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറക്കാൻ പറ്റില്ല. 4 ചെറിയ സംഖ്യയും 4.5 വലിയ സംഖ്യയാണ്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് ഉത്തരത്തിന് നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക എന്നതാണ് സൂത്രപ്പണി. നമുക്കറിയാം, നമ്മൾ സ്കൂളിലൊക്കെ ഇത് പഠിച്ചിട്ടുള്ളതാണ്. 2 - 4.5 എത്രയാണ്? അത് 2.5 ആണ്. കാരണം 4.5ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ ബാക്കിയുള്ള 2.5 ഉത്തരത്തിന് നെഗറ്റീവ് കൊടുക്കുക. 5 - 4.5 എത്ര? 5ൽ 4.5 പോയാൽ 0.5 ആണ് ബാക്കി. ഇനി അതുപോലെ 7 - 4.5 7ൽ നിന്ന് 4.5 പോയാൽ 2.5 ബാക്കി. അപ്പോൾ നമുക്ക് ആ കോളവും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഡി എക്സ് കോളവും കിട്ടി, ഡി വൈ കോളവും കിട്ടി. ഇതിനെ കൂട്ടിയെടുക്കേണ്ടി വരും. ഡി എക്സ് കോളത്തിൻ്റെ ടോട്ടലിനെ സിഗ്മ ഡി എക്സ് എന്നും ഡി വൈ കോളത്തിൻ്റെ ടോട്ടലിനെ സിഗ്മ ഡി വൈ എന്നും നമ്മൾ പറയും. ഇനി ഡി എക്സ് കോളത്തിനെ സ്ക്വയർ ചെയ്യണം. ഈ 3, 1, -1, 1 ഒക്കെ ആണല്ലോ. സ്ക്വയർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് ചിഹ്നങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കാനാണ്. അപ്പോൾ നെഗറ്റീവിനെ സ്ക്വയർ ചെയ്യുമ്പോൾ അത് പോസിറ്റീവായി മാറും. -3 × -3 എന്ന് പറയുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് ഗുണിക്കപ്പെടുന്നത് കൊണ്ട് പ്ലസ് ആയി മാറും. 3 × 3 9 കണ്ടോ. അതുപോലെ -1 × -1 മൈനസ് ഇല്ലാത്ത 1, കാരണം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ഗുണിക്കപ്പെടുന്നതുകൊണ്ട് 1. അങ്ങനെ മൈനസുകൾ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഡി എക്സ് സ്ക്വയർ കാണുന്നത്. ഇനി ഡി വൈനെ സ്ക്വയർ കാണുക. ഡി വൈ സ്ക്വയർ കാണുമ്പോൾ ഇതേപോലെ തന്നെ 0.5ൻ്റെ സ്ക്വയർ 0.25, കാരണം 5ൻ്റെ സ്ക്വയർ 25 ആണെന്ന് അറിയാവുന്ന കുട്ടികൾക്ക് 0.5ൻ്റെ സ്ക്വയർ ആകുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം ഉള്ളെങ്കിൽ അത് സ്ക്വയർ ഉത്തരത്തിൽ 2 സ്ഥാനമായി മാറും എന്നുള്ളത് അറിയാമായിരിക്കണം. അതൊക്കെ സ്കൂളിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. 25ൻ്റെ സ്ക്വയർ 625 ആണെന്ന് അറിയാം. അപ്പോൾ 2.5ൻ്റെ സ്ക്വയർ എത്രയാണ്? 6.25 ആയിരിക്കും. കാരണം പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം ഉള്ളത്, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം വേണമല്ലോ ഉത്തരത്തിൽ. ഇനി 5ൻ്റെ സ്ക്വയർ 25 ആണ്. അപ്പോൾ 0.5ൻ്റെ സ്ക്വയർ 0.25 ആണ്. 2.5 25ൻ്റെ സ്ക്വയർ 625 ആണ്. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം ഉള്ളത് സ്ക്വയർ ആയി കഴിയുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം വരും. ആ രീതിയിൽ ഡി വൈ സ്ക്വയർ കോളവും കിട്ടി, ഡി എക്സ് സ്ക്വയർ കോളവും ഡി വൈ സ്ക്വയർ കോളവും കിട്ടി. ഇനി ഡി എക്സ് കോളവും ഡി വൈ കോളവും കൂടി ഗുണിക്കണം. അതായത് ഡി എക്സ് കോളത്തിലെ സംഖ്യ എത്രയാണ്? -3. ഡി വൈ കോളത്തിലെ സംഖ്യ എത്രയാണ്? -0.5. ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ -3 × -0.5 ഗുണിക്കുമ്പോൾ 3 × 5 15 എന്നാണ് നമ്മൾ പറയണമെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് ഉള്ളതുകൊണ്ട്
ആ പോയിന്റ് 1.5 എന്ന് എഴുതേണ്ടി വരും. മനസ്സിലായി? അതുപോലെ തന്നെ 1 × 2.5 25 × 1 25 ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ ഒരു പോയിന്റ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് ഇട്ട് 2.5 ആക്കി എഴുതേണ്ടി വരും. 1 × 0.5 1 × 5 5 ആണെന്ന് നമുക്കറിയാം. പക്ഷേ പോയിന്റ് ഉള്ളതുകൊണ്ട് 0.5 ആയി എഴുതേണ്ടി വരും. അതുപോലെ തന്നെ 3 × 2.5 അപ്പോൾ 3 × 25 75 ആണെന്ന് നമുക്കറിയാം. പക്ഷേ പോയിന്റ് ഉള്ളത് കൊണ്ട് ഉത്തരത്തിലും ഒരു പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം കാണുന്ന രീതിയിൽ വേണം ഇടാൻ. അപ്പോൾ 7.5 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ആവശ്യമായ വാല്യൂസ് ഒക്കെ കിട്ടി. ഇനി നോക്കുക സ്റ്റെപ്പ് 4 ഇതിൻ്റെയൊക്കെ ടോട്ടലുകളാണ്. അതായത് ഡി എക്സ് സ്ക്വയറിൻ്റെ കോളത്തിൻ്റെ ടോട്ടൽ. ഇത് 9 9 18 2 20 ഉണ്ട്. ഡി എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ 20 ആണ്. ഡി വൈ സ്ക്വയറിൻ്റെ കോളത്തിൻ്റെ ടോട്ടൽ നോക്കാം. അപ്പോൾ അത് 13 ആണ്. അതായത് 6 4 രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ 6 6 12.5 ആയി അല്ലേ? 12.5യുടെ കൂടെ പിന്നെ എന്ത് ചെയ്യുന്നു, ഈ 2 പോയിന്റുകൾ കൂട്ടുമ്പോൾ ഒരു അരയും കൂടി ആയല്ലോ കൂട്ടുക, 13 ആവും. ഇനി ഡി എക്സ് ഡി വൈ ഗുണിച്ചു കഴിഞ്ഞ കോളം, ഈ കോളത്തിൻ്റെ സിഗ്മ കാണുക. സിഗ്മ എന്ന് പറഞ്ഞാൽ ഈ ഗ്രീക്ക് അക്ഷരമാണ് ഈ സിഗ്മ. അതിൻ്റെ അർത്ഥം എല്ലാം കൂടി കൂട്ടുക എന്നാണ്. അപ്പോൾ സിഗ്മ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡി എക്സ് സ്ക്വയറിൻ്റെ കോളം എല്ലാം കൂടി കൂട്ടുക. സിഗ്മ ഡി വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡി വൈ സ്ക്വയറിൻ്റെ കോളം എല്ലാം കൂടി കൂട്ടുക. അപ്പോൾ 13 കിട്ടി. സിഗ്മ ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എക്സ് ഡി വൈയുടെ ഡി എക്സ് ഇൻറ്റു ഡി വൈയുടെ കോളം എല്ലാം കൂടി കൂട്ടുക. അപ്പോൾ നമുക്ക് 12 കിട്ടും. ഉണ്ടോ? ഇതെല്ലാം കൂടി 1.5 2.5 0.5 7.5 കൂടി കൂട്ടിയാൽ നമുക്ക് 12 കിട്ടും. നമുക്ക് ആവശ്യമായ വാല്യൂസ് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാൻ ആവശ്യമായ വാല്യൂസ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ഫോർമുല R = 12 ഡിവൈഡഡ് ബൈ, കണ്ടോ എങ്ങനെയാണ് R = നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ട് കുറച്ച് മുമ്പ് പറഞ്ഞ ഫോർമുല മറന്നു പോകരുത്. ഇതാണ് നമ്മുടെ ഫോർമുല. എന്തോന്നാണ്? R = സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ അല്ലേ? എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? വൈ മൈനസ് വൈ ബാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ഡീവിയേഷനാണ്. ഡി എക്സും ഇത് ഡി വൈയും. സിഗ്മ ഡി എക്സ് സിഗ്മ ഡി വൈ അവയുടെ ഇതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഫോർമുലയിൽ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. കണ്ടോ? ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തു. ഡി എക്സ് ൻ്റെ ടോട്ടൽ അതുപോലെ ഡി വൈയുടെ ടോട്ടലും കണ്ടിട്ട് ഗുണിച്ചെഴുതിയതാണ്. ഓക്കെ ഓക്കെ ഡി എക്സ് കോളത്തിൻ്റെ ടോട്ടൽ ഇതാണ്. ഈ 3 1 1 ഡി വൈ ഉണ്ടോ? ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസ് 12/6ൻ്റെ വാല്യൂസാണ്. √20 × 13. അപ്പോൾ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫൈനലായിട്ട് കിട്ടുന്ന ഉത്തരം 12 ഡിവൈഡ് ബൈ 20 × 13 ഗുണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 20 × 13 260 കിട്ടുക. 13 2 26 ആണല്ലോ. അപ്പോൾ ഒരു 0 കൂടി ചേർത്താൽ മതി. 260 റൂട്ട് കൃത്യമായിട്ട് റൂട്ടൊന്നുമില്ല. 12/√260 എഴുതി ഇട്ടാൽ മതി. നമുക്ക് ചെയ്യണമെന്നില്ല, മാർക്ക് കിട്ടും. ഇനി റൂട്ട് കാണാനും ഹരിക്കാനും ഒക്കെ സാധിക്കുന്ന ആൾക്കാർ ഹരിച്ചാൽ നമുക്ക് 0.74 എന്ന് ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് ഫോർമുല. ഇനി അപ്പോൾ ഫൈനൽ ആൻസർ നമുക്കപ്പോൾ 0.74 ആണ്. പോസിറ്റീവ് കോറിലേഷൻ ആണ് എന്ന് മനസ്സിലായി. ഇനി ഈ ഫോർമുല തന്നെ ഉപയോഗിക്കണോ? അല്ല, ഷോർട്ട് കട്ട് മെത്തേഡിൽ ഡയറക്റ്റ് ഫോർമുലയിലും ഉപയോഗിക്കാം. കാരണം വലിയ ഡാറ്റയൊക്കെ ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ കുഞ്ഞൊരു കണക്കായിരുന്നുകൊണ്ടാണ് ആ മെത്തേഡ് ഉപയോഗിച്ചത്. വലിയ ഡാറ്റ ആവും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഫോർമുലയാണ്. R = n × സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഓൾ ഡിവൈഡഡ് ബൈ √n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു √n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. അപ്പോൾ നേരത്തെ കണ്ട ഫോർമുലയിൽ ചെയ്ത അതേ കാര്യം തന്നെ ഈ രീതിയിൽ ചെയ്താലും ഉത്തരം സെയിം ആയിട്ട് കിട്ടുമോ? കിട്ടും എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് കണക്ക് ചെയ്ത് നോക്കാം. എക്സ് വൈ രണ്ട് കണക്കുകളാണ്, രണ്ട് വേരിയബിൾസ് ആണ്, എക്സ് വേരിയബിളും വൈ വേരിയബിളുകളും. എക്സ് വേരിയബിൾ ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ്, മഴയുടെ അളവാണെങ്കിൽ ഇത് വിളവിൻ്റെ അളവാണെന്ന് കൂട്ടിക്കോളൂ. 1 സെൻറ്റിമീറ്റർ മഴ കിട്ടിയപ്പോഴത്തേക്കും 2 ക്വിൻ്റൽ മഴ മീൻസ് വിളവ് ലഭിച്ചു എന്നർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാം. 2 സെൻറ്റിമീറ്റർ മഴ കിട്ടിയപ്പോൾ 4 ക്വിൻ്റൽ കിട്ടി. 3 സെൻറ്റിമീറ്റർ മഴ കിട്ടിയപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? 6 ക്വിൻ്റൽ കിട്ടി. ഈ രീതിയിൽ അപ്പോൾ എക്സ് വേരിയബിളും വൈ വേരിയബിളും എന്തൊക്കെയാണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. ഇനി n എന്ന് പറയുന്നത് എത്ര സംഖ്യകളുണ്ട്, എത്ര ഡാറ്റയുണ്ട്? 3 വർഷങ്ങളിലെ കണക്കാണ് കാണിച്ചിരിക്കുന്നത്. 1-ാം വർഷത്തിലെ കണക്ക്, 2-ാം വർഷത്തിലെ കണക്ക്, 3-ാം. അപ്പോൾ 3 വർഷങ്ങളിൽ. അപ്പോൾ n എന്ന് പറയുന്നത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയുടെ എണ്ണമാണ് 3. സിഗ്മ എക്സ് എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ എക്സ് എന്ന് പറയുന്നത് എക്സ് എല്ലാം കൂടി കൂട്ടിയത് 3 2 5 1 6. അപ്പോൾ 6 ആണല്ലോ, കിട്ടി. ഇനി സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ വൈ എല്ലാം കൂടി കൂട്ടിയത് 6 4 10 2 12. അത് കിട്ടിയല്ലോ. സോ സിഗ്മ എക്സ് വൈ, എക്സ് ഇൻറ്റു വൈ
എന്ന് പറയുന്നത് എന്തായിരിക്കാം? എക്സ് ഇതും കൂടി കൂട്ടുന്നതാണ്. സിഗ്മ എക്സ് എക്സ് ഇൻറ്റു വൈ എന്ന് വെച്ചാൽ എക്സ് ആ കോളം ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ. കോളം ഉണ്ടാക്കുവാണെങ്കിൽ എങ്ങനെ വരുമെന്ന് അറിയാമോ? ഇതുപോലെയാണ് നമ്മൾ ആ കോളം ഉണ്ടാക്കുക. ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ കിട്ടിയ കോളമാണ് ഈ കോളമാണ് സിഗ്മ എക്സ് വൈക്ക് വേണ്ടിയിട്ട് നമ്മൾ കാണാൻ പോണ കോളം. എക്സ് ഇൻറ്റു വൈ ആണ്. അപ്പോൾ 1 ഇൻറ്റു 2 എത്രയാണ് നമുക്കറിയാം? 2 തന്നെ. 2 ഇൻറ്റു 4 എത്രയാണ്? 8 ആണ്. 3 ഇൻറ്റു 6 എത്രയാണ്? 18 ആണ്. അപ്പം എക്സ് വൈ കോളം കിട്ടിയിട്ട് എക്സ് വൈ കോളത്തെ കൂട്ടിയെടുക്കുക. 18ഉം അതുപോലെ തന്നെ 8ഉം അതുപോലെ തന്നെ 2ഉം എല്ലാം കൂടി കൂട്ടുക. 18ഉം 2 20 ആണ്. 20 8 എത്രയാണ്? 28. അപ്പോൾ എക്സ് വൈ കോളം കണ്ടിട്ട് അതിനെ കൂട്ടിയെടുക്കുന്നതാണ് സിഗ്മ എക്സ് വൈ. അപ്പോൾ സിഗ്മ എക്സ് വൈ എങ്ങനെയാണ് 28 കിട്ടിയെന്ന് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അപ്പോൾ എക്സ് സ്ക്വയറിന് നമുക്ക് വേറെ കോളം ഉണ്ടാക്കണം എന്നർത്ഥം. എക്സ് സ്ക്വയറിന് ഞാനിപ്പോൾ വേറൊരു കോളം റൈറ്റിൽ ഇൻസേർട്ട് ചെയ്തിട്ട് വേറൊരു കോളം ഉണ്ടാക്കുവാണ്. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയറിന് കോളം ഉണ്ടാക്കാം. എക്സ് സ്ക്വയറിൻ്റെ കോളമായിട്ട് അതിനെ വിചാരിക്കണം. എക്സ് സ്ക്വയറിൻ്റെ കോളത്തിൽ എക്സിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഒന്നിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എത്രയാണ്? 2. ഒന്നിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 1 തന്നെയല്ലേ? ഇനി 2നെ സ്ക്വയർ ചെയ്യുമ്പോൾ എത്രയാണ്? 4 അല്ലേ? 4. ഇനി വൈ എക്സിന് 3 ആണ് അടുത്തത്. 3ൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 9. ഇനി സ്ക്വയർ ചെയ്ത് കഴിഞ്ഞ് അതിനെ കൂട്ടണ്ടേ? അപ്പോൾ 9ഉം 4ഉം 1ഉം അല്ലേ? 9ഉം 1ഉം 10 4 14 എന്ന് മനസ്സിലായി. കണ്ടോ? അപ്പോൾ സിഗ്മ എക്സ് സ്ക്വയറിൻ്റെ ഉത്തരം 14 ആണെന്ന് ക്വസ്റ്റ്യനിൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഒരു വൈ സ്ക്വയറിൻ്റെയും കൂടി കോളം ഉണ്ടാക്കണം. നമ്മളിതുപോലെ വരച്ച് കോളം ഉണ്ടാക്കണം. ഇൻസേർട്ട് കോളം ടു ദ റൈറ്റ്. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത നോക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുക? നമുക്ക് വൈ വാല്യൂസ് എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്ട് 2 4 6 ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനെയും സ്ക്വയർ ചെയ്യണം എന്നർത്ഥം. അപ്പോൾ വൈ സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ 2നെ സ്ക്വയർ ചെയ്യുമ്പോൾ 4 ആകും. 4നെ സ്ക്വയർ ചെയ്യുമ്പോൾ 16 ആകും. അതുപോലെ തന്നെ 6നെ സ്ക്വയർ ചെയ്യുമ്പോൾ 36 ആകും. ഓക്കെ, ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണും. ഇനി ഇതിനെല്ലാം കൂടി കൂട്ടുന്നതാണ് സിഗ്മ വൈ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്മ വൈ സ്ക്വയർ എന്ന് പറയുന്നത് 36ഉം 4ഉം 40, 40ഉം 16ഉം 56 ആണ്. നമുക്ക് മനസ്സിലായി. സിഗ്മ വൈ സ്ക്വയറും കിട്ടിയ സിഗ്മ വൈ സ്ക്വയർ 56. ഇനി നമുക്ക് ഫോർമുലയിൽ അപ്ലൈ ചെയ്യുകയാണ്. എന്താണ്? ആർ ഈക്വൽ ടു എൻ സിഗ്മ. എൻ എത്രയാണ്? 3 അല്ലേ? എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് വൈയുടെ കോളം എന്ന് പറയുന്നത് 28 ആണ്. എന്താ? അപ്പോൾ സിഗ്മ എക്സ് വൈയുടെ കോളം എന്ന് പറയുന്നത് 28 ആണ്. അപ്പോൾ ഈ താഴെ കാണുന്നതൊക്കെ സിഗ്മയാണ് എന്ന് ഓർമ്മയുണ്ടാവണം കേട്ടോ. ഈ താഴെ കാണുന്ന ലെയർ മുഴുവനും ഇതാണ്, സിഗ്മയാണ്. ഈ താഴത്തെ ലെയറിനെ നമുക്ക് സിഗ്മ എന്ന് വിളിക്കേണ്ടി വരും. ആ മഞ്ഞ നിറത്തിൽ കാണുന്നത് ടോട്ടലുകളാണ്. അപ്പോൾ ഇത് സിഗ്മ എക്സ് വൈ, ഇത് സിഗ്മ എക്സ് സ്ക്വയർ, ഇത് എക്സ് 2 തോന്നും എങ്കിലും അത് ആക്ച്വലി അത് എക്സ് സ്ക്വയർ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് എക്സ് സ്ക്വയർ ആക്കിയേക്കാം. ഇതിനെ വൈ 2 തോന്നുമെങ്കിലും അത് വൈ സ്ക്വയർ എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനെ വൈ സ്ക്വയർ ആക്കിയേക്കാം. ഓക്കെ, ഇപ്പം മനസ്സിലായി കാണും. ഇനി അപ്പോൾ ഓരോന്നും അതുപോലെ എടുത്ത് അവിടെ നിന്നെടുത്ത് ഫോർമുല അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ എന്ന് പറയുമ്പോൾ സിഗ്മ എക്സ് വൈയുടെ കുളത്തിൽ 28 മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ, സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം എക്സിൻ്റെയും വൈയുടെയും സിഗ്മ നമ്മളിവിടെ എഴുതി കണ്ടിട്ടില്ല. സിഗ്മ എക്സ് കാണുവാണെങ്കിൽ 3 2 5 1 6 എന്ന് കാണേണ്ടി വരും. ഇത് 6 കിട്ടും. സിഗ്മ വൈയുടേത് നമുക്ക് 6 4 10 2 12 കിട്ടും. അപ്പോൾ 6 ഇൻറ്റു 12. ഇനി അതുപോലെ തന്നെ റൂട്ട് ഓഫ്
എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ എന്നുള്ളതാണ് ഈ പറയുന്നത്. അപ്പോൾ എൻ 3 ആണല്ലോ. സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞത് ഇവിടെ 14 ആണ്. സിഗ്മ എക്സിൻ്റെ ഹോൾ സ്ക്വയർ 6 ആണ് സിഗ്മ എക്സ്, അതിന് ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ 36 ഉണ്ടോ. അതുപോലെ തന്നെ എൻ സിഗ്മ വൈ സ്ക്വയർ 56 ആണ്, മൈനസ് റൂട്ട് ഓഫ് സിഗ്മ വൈ ഹോൾ ബ്രാക്കറ്റ് സ്ക്വയർ. സിഗ്മ വൈയുടെ ബ്രാക്കറ്റ് 6 4 12 12 ആണ്. അപ്പോൾ 12നെ സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ 144. ഓക്കെ, ആ രീതിയിൽ കിട്ടുന്നു എന്നർത്ഥം. അപ്പോൾ സിഗ്മ വൈനെ സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ 144 കിട്ടുന്നു. ഇനി ഫോർമുലയിലെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇനി അതൊക്കെ ഗുണിക്കാം. 3 × 28 ഗുണിക്കുമ്പോൾ 84 കിട്ടും. 6 × 12 ഗുണിക്കുമ്പോൾ 72 കിട്ടും. ഇനി അതുപോലെ തന്നെ 3 × 14 ഇവിടെ ഗുണിച്ചപ്പോൾ 42 കിട്ടി. ഇവിടെ 36 വന്നിട്ട് കുറയ്ക്കാനുണ്ട്, അത് എഴുതി വെച്ചു. 3 × 56 ഗുണിച്ചപ്പോൾ 168 കിട്ടി, മൈനസ് 144 ചെയ്ത് കഴിഞ്ഞപ്പോൾ 84 മൈനസ് 72 12. അതുപോലെ തന്നെ √6 × 24 നമുക്ക് 42 മൈനസ് 36 42 ൽ നിന്ന് 36 കുറച്ചതാണ് ഈ 6. 168 144 കുറച്ചാണ് 24. ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് വെട്ടിപ്പോകാവുന്നതേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഉത്തരം 1 എന്ന് കിട്ടി. അതായത് ഇതിൻ്റെ താഴെയുള്ളതിൻ്റെ റൂട്ട് കണ്ടാൽ 12 ആണ് കിട്ടുക. 6 × 24 ഗുണിച്ചിട്ട് റൂട്ട് കണ്ടാൽ 12 ആണ് കിട്ടുക. മുകളിലും താഴെയും 12 വന്നു കഴിയുമ്പോൾ 12/12 = 1 എന്ന രീതിയിൽ കിട്ടും. അപ്പോൾ നമ്മുടെ കണക്ക് അവിടെ പൂർത്തിയായി. ഫൈനൽ ആൻസർ അപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്? 6 പോസിറ്റീവ് കോറിലേഷൻ ആണ്, പെർഫെക്റ്റ് 1 പോസിറ്റീവ് കോറിലേഷൻ ആണ്. 6ൻ്റെ വാല്യൂ +1 വന്നാൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ്റെ സൂചനയാണ് നമുക്ക് കാണിക്കുന്നത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് 6ൻ്റെ വാല്യൂ എപ്പോഴും എന്താണ് -1 അല്ലെങ്കിൽ +1 അതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. മാക്സിമം അത്ര വരുള്ളൂ. 6 +1 ആണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, 6 -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, 6ൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അപ്പോൾ 2 വേരിയബിൾസ് എക്സ് വേരിയബിളും വൈ വേരിയബിളും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണ് കാണിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഇതിൻ്റെ അടുത്ത കൂടുതൽ മോഡലുകൾ നമ്മൾ ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ മോഡലുകൾ നൽകാം.